ഗെയിൻ ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമലയിലെ തിരുവാഭരണ സ്വത്തുക്കളിലെ വിശദമായ അന്വേഷണ ചുമതല വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് KT ശങ്കരന്. അന്വേഷണം പൂർത്തിയാക്കി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവ്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. ദ്വാരപാലക ശില്പപാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് ദേവസ്വം മാനുവൽ ലംഘിച്ചെന്നും കോടതിയുടെ വിമർശനമുണ്ട്. ശ്യാം ദേവരാജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, ഇപ്പോൾ വിധിയിൽ അന്വേഷണത്തിന് ഒരു വിരമിച്ച ജഡ്ജിയുടെ അന്വേഷണമാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ജസ്റ്റിസ് KT ശങ്കറിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഉത്തരവിൽ ദേവസ്വം ബോർഡിനെതിരെയുള്ള വിമർശനവുമുണ്ട്, അല്ലേ ശ്യാം ദേവരാജ്? ഡോക്ടറും അങ്ങനെ തന്നെയാണ്. നേരത്തെ ഹൈക്കോടതി അതിന്റെ ഈ ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിക്കുമ്പോൾ രാവിലെ പറഞ്ഞിരുന്നത് വിരമിച്ച ജില്ലാ ജഡ്ജിയെ അന്വേഷണത്തിനായി നിയോഗിക്കുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് പുറത്തുവരുമ്പോൾ, ഇടക്കാല ഉത്തരവ് പുറത്തുവരുമ്പോൾ ഹൈക്കോടതി ജഡ്ജിയെ തന്നെ, വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ തന്നെ നിയോഗിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ജസ്റ്റിസ് KT ശങ്കരനാണ്. അന്വേഷണത്തിന് രഹസ്യ സ്വഭാവമുണ്ട്. അന്വേഷണം പൂർത്തിയാക്കി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ശബരിമലയിലെ തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകളുടെ പരിശോധനയ്ക്കാണ് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ ഈ രീതിയിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിയോഗിക്കുകയും ചെയ്തത്. ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉയർത്തുന്നു. ദ്വാരപാലക ശില്പപാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് ദേവസ്വം മാനുവൽ ലംഘിച്ചാണ് എന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കുന്നു. എല്ലാ അറ്റകുറ്റപ്പണിയും ശബരിമലയിൽ തന്നെ നടത്തണമെന്ന നിർദ്ദേശം ലംഘിച്ചു. 2019 സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറിയത് ഈ മാനുവലിന്റെ ലംഘനമാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമായി പറയുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ 1999 തന്നെ സ്വർണ്ണാഭരണം പൂഴ്ത്തിയിരുന്നു. എന്നാൽ എത്ര സ്വർണ്ണം ഉപയോഗിച്ചു എന്നതിന് കൃത്യമായ രേഖകൾ ദേവസ്വം ബോർഡിനില്ല. മറ്റൊരു സെറ്റ് ദ്വാരപാലക ശില്പങ്ങൾ സ്ട്രോങ് റൂമിലുണ്ടെന്നാണ് സ്പോൺസർ പറഞ്ഞത്. എന്നാൽ രണ്ടാം ദ്വാരപാലക ശില്പങ്ങൾ ചീഫ് വിജിലൻസ് ഓഫീസർക്ക് ഇതുവരെയും കണ്ടെത്താനായില്ല. ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളും തിരിച്ചെത്തിക്കുമ്പോൾ ശരിയായ ഭാരം രേഖപ്പെടുത്തിയില്ല. മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും ഭരണതലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായി. ഇത് അംഗീകരിക്കാനാവാത്ത വീഴ്ചയാണ്. സ്പോൺസർ 2019 ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കെത്തിക്കാൻ 40 ദിവസം വൈകി എന്ന കാര്യവും കൂടി പറയുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ദ്വാരപാലക പീഠം സ്പോൺസറുടെ കൈവശമെന്നത് ഞെട്ടിക്കുന്നുവെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ശ്യാം ദേവരാജ്, ലീഗൽ കറസ്പോണ്ടന്റ് ആണ് വിവരങ്ങൾ നൽകിയത്. ജസ്റ്റിസ് KT ശങ്കരനാണ് അന്വേഷണ ചുമതല. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. തെളിയട്ടെ കാര്യങ്ങൾ. ചെമ്പ് തെളിഞ്ഞതുപോലെ കാര്യങ്ങളും തെളിയട്ടെ.